ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ ഒരു പുതിയൊരു റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാകും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ചെറുപയർ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായൊന്ന് വറുത്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായി ഒന്ന് വറുത്തെടുക്കണം. ഇതിൻ്റെ കളറ് നന്നായി മാറി വരുന്നത് വരെ വറുത്തെടുക്കണം. നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കളറെല്ലാം ഇതുപോലെ നന്നായി ഒന്ന് മാറി വരണം. കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതൊന്ന് ചൂടാറാൻ ഒരു 10 മിനിറ്റ് വെക്കാം. നന്നായി ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു ഫ്ലേവറിനായിട്ട് ഒരു 4 ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. തരിയില്ലാതെ വേണം പൊടിച്ചെടുക്കാൻ. നന്നായി പൊടിച്ചിട്ടുണ്ട്. തരിയൊന്നും ഇല്ലാതെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കാഷ്യൂനട്ടോ ബദാമോ എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായി ഇതേ പാനിലേക്ക് തന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ചെറുപയർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് വറുത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ശർക്കരപ്പാനി അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മൾ വറുത്തെടുത്ത് വെച്ചിട്ടുള്ള നട്ട്സും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്യുക. ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം വെച്ചിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാനായിട്ട്. നന്നായി ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് നമ്മൾക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്ത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നന്നായി ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഇങ്ങനെ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ ലഡു തയ്യാറായിട്ടുണ്ട്. ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഒപ്പം ഇത് ഒന്ന് ഷെയർ ചെയ്യുകയും വേണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബൈ. താങ്ക് യു.